ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് എന്തെങ്കിലും രീതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഉച്ചാരണം തെറ്റിക്കരുതെന്നുള്ളതാണ്. അത് മന്ത്രമാണ്. മന്ത്രശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ള ഗൗരവം കൊടുക്കണം. ഇപ്പം പദങ്ങൾ മുറിക്കുന്നത്, ഇപ്പം ആ ബ്രഹ്മ കീടജനനി എന്നുള്ളതിന് പറയാം, ആ ബ്രഹ്മ കീടജനനി, അങ്ങനെ മുറിച്ച് പലയിടത്തും പല സ്ഥലത്തും ഞാൻ ഇങ്ങനെ പദങ്ങൾ മുറിക്കുന്നത് തെറ്റായിട്ട്, അങ്ങനെ തെറ്റായി മുറിക്കരുത്. കൃത്യമായിട്ട് പദങ്ങൾ അർത്ഥസമ്പുഷ്ടമായ ഭാഗത്ത് മാത്രമേ പദങ്ങൾ മുറിക്കാവൂ. വായിച്ച് പഠിക്കുന്ന സമയത്ത് തെറ്റിയാൽ കുഴപ്പമില്ല. അല്ല, പഠിക്കുന്നവന് തെറ്റാൻ പാടില്ലല്ലോ. പാടില്ല, അങ്ങനെ തന്നെ വായിക്കണം. അങ്ങനെയല്ലേ? ശ്രുതി തെറ്റി പാടിയിട്ട് പഠിക്കുമോ? ഇല്ല. അപ്പോൾ ശ്രുതിയിൽ പാടണം. അപ്പം നമ്മളിപ്പോൾ ഞാൻ തന്നെ യൂട്യൂബ് ചൊല്ലിയിട്ടുണ്ട് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ട് പലരും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നല്ല വെൺമണി കൃഷ്ണൻ ഒരു പാടുന്ന ഗംഭീരമായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് യൂട്യൂബിലിട്ടുണ്ട്. അതൊക്കെ കേട്ട് പഠിക്കാം. കേട്ട് പഠിച്ചതിന് ശേഷം ശേഷമല്ല, ഒരുമിച്ച് ചൊല്ലി പഠിക്കണം. വായിച്ച് പുസ്തകം കയ്യിൽ വയ്ക്കുക, ചെറുവിരൽ വെച്ച്, ചൂണ്ടുവിരൽ വെച്ചല്ല മന്ത്രം ചൂണ്ടരുത്, ചെറുവിരൽ കൊണ്ട് ചൂണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വരിയും വെച്ചിട്ട് കേട്ട് ദിവസം പഠിക്കണം, ഉച്ചരിച്ച് പഠിക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ വായിക്കണം. ഇതിന് ഡിസ്കൗണ്ട് റിബേറ്റ് ഒന്നുമില്ല. മുഴുവൻ 300 നാമം ഇന്ന്, ബാക്കി 400 അങ്ങനെയൊന്നുമല്ല. എല്ലാ ദിവസവും മുഴുവൻ വായിക്കണം. അതിന് ഫലമുണ്ടാവും. സദ്യോ ഫലദായിനിയാണ്, സദ്യ പ്രസാദിനിയാണ് അമ്മ. പെട്ടെന്ന് പ്രസാദിക്കും ദേവി.